സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന രേണുവിന്റെ ഒരു വിചാരം എന്താണെന്നറിയാമോ? കുറെ ഫേക്ക് ഐഡികളെ എന്റെ ചാനലിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറ്റി വിട്ട് എന്നെ പച്ചത്തെറി വിളിക്കുകയും കുറെ പെണ്ണുങ്ങളെ, അതായത് ഇവരുടെ ഫ്രണ്ട്സ് ആണ്, അത് തെളിയിക്കാനുള്ള സാധനം ഞാൻ ഇവിടെ വെക്കുകയാണ്. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഇതില് രേഷ്മയുടെ പിന്നെ കരിഷ്മ എന്ന് പറയുന്ന ആ മാനേജർക്കൊപ്പം കൂത്തടിക്കുന്ന ടീമുകളെ കാണുക. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കെതിരെ ഇത്ര ആളുകളെ നിർത്തിക്കൊണ്ട് ഈ പടം വരുന്നത്. നല്ലതാണ് സുഹൃത്തിന്. ഇവള് വിസ എടുത്തിട്ട് നിൽക്കുകയാണെന്ന്, ഇവർക്ക് വിസ കിട്ടിയില്ലെന്നുള്ള ക്ലിയർ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡയറക്ടർ പറയുന്ന സീൻ ആ ആൽബത്തിൽ റൊമാൻസ് ആണെങ്കിൽ അത് കംഫർട്ടബിൾ ആണെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എത്രയോ പേര് ലൈവിൽ വന്നിട്ട് എത്രയോ നടിമാരെന്ന് പറയുന്നത് എത്രയോ ആർട്ടിസ്റ്റുകൾ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ കാണാറുണ്ട്, പക്ഷെ എനിക്കറിയാം ഇവരൊക്കെ ഇങ്ങനെ ലൈവിലൊക്കെ വരുന്ന ഒത്തിരി പേയ്മെന്റ് ഒക്കെ ചെയ്ത് ലൈവ് രേണുസുതി ചെയ്യുന്നല്ലോ. നന്നായിട്ടുണ്ട്. അഭിനയിക്കുന്ന ആൽബത്തിലാണ് അഭിനയിക്കുന്നത്. അവരിത്ര ഇതെന്താണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവള് ലൈവിൽ വരാറില്ല, പേയ്മെന്റിന്റെ ലൈവിൽ വരാറില്ല, ഒന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞവളല്ലേ ഇത് കാണിച്ചിട്ടുള്ളത്. നിന്റെ ഈ കള്ളത്തരം പൊളിക്കുക എന്നൊരു ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ സക്സസ് ആയിട്ടുമുണ്ട്. ഇപ്പൊ അവരങ്ങനെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ പറയുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. രണ്ടായാലും ഉപകാരം നമുക്കാണ്. ഇവളൊക്കെ കാണുന്നത് ഈ പറയുന്ന കരിഷ്മയായാലും രേഷ്മയായാലും എല്ലാവളുമാരും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ആണുങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതുപോലെ തോന്നിവാസം കാണിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന തങ്കു 100% ഞാൻ യോജിക്കുന്നു. രണ്ട്, അവളുടെ ചേച്ചിയുടെ ഭർത്താവ് അനിയത്തി എവിടെ പോയി എന്ത് തുറന്നു കൊടുത്തിട്ട് കിട്ടിയാലും ആ പണം കൊണ്ടുവന്ന് ചേച്ചിയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയുടെ ഭർത്താവ്, ഇങ്ങനെയുള്ള കുറെ വൃത്തികെട്ട ആണുങ്ങളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അന്തസ്സുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല. ഇവള് വിചാരിക്കുന്നതാണെങ്കിൽ ഇവളെ കുറെ കോമളം, ബിന്ദു തുടങ്ങിയ കുറെ സിക്സ് വാണികളെ കൊണ്ട് പച്ചത്തെറി. നമുക്കൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ല, വിഷമമില്ലെന്ന വിചാരം. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂട് കൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. കുട്ടിയെ പറയണത്, എന്റെ പൊടിമോനെ പറയണത് എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? എന്തുമാത്രം അസഭ്യമാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്. ആ കോമളെ എഴുതി നിരത്തി വെച്ചിരിക്കുന്നത്. വയസ്സുകാലത്ത് കാവടി നിരത്തിയിരിക്കേണ്ട തള്ള, കാവടി തള്ള. എന്റെ പിന്നെ കെട്ടിന്റെ കാര്യം നിന്റെ അവളെ കണക്കല്ല ഞാൻ. അവക്ക് വേണ്ടി വക്കാലത്ത് പറയണത്. കോമളം വേറെ ആരുമില്ല, എവളെ ഐഡിയ തന്നെയാണ്, വേറെ ഒരാളുടെ ഐഡിയ അല്ല, എവളെ ഐഡിയ തന്നെയാണ് അത്. അല്ലെ ഏത് കോമളത്തള്ള ഫുള്ള് ലിസ്റ്റ് എഴുതുന്നത് എവളെ ചേച്ചി രമ്യയുടെ ഐഡിയ ആണത്. എഴുതി വെച്ചോളി, അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പബ്ലിക് ആക്കി തരാം. ഇപ്പൊ ശരിയാണ് സാർ, അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. അജു ചെകുത്താൻ, നീ വന്നെ ചെകുത്താ പോടാ, നിനക്ക് നാണുണ്ടടാ. അവള് ചോദിക്കുന്ന നാണുണ്ടോടാ, നിനക്ക് നാണുണ്ടോ? കിട്ടിയൊന്നും പോരെ. നീ അപ്പം വിമർശിക്കുന്നതോ? നിനക്ക് എല്ലാവരും വിമർശിക്കാമോ? നീ ആര് വിമർശനാധികാരി രാജാവാ? താങ്കളുടെ എന്തെങ്കിലും അഭിപ്രായം തിരക്കിയോ? ഞാൻ പറയുകയാണെങ്കിൽ അങ്ങ് ഉരിയടിയാൽ മതി. എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും വെട്ടി തുറന്ന് പറയും. 10 വയസ്സുള്ള പള്ളിയുടെ കാണാൻ്റെ അഭിപ്രായം വേറെ ആർക്കും വിമർശിക്കാൻ ഒക്കത്തില്ലെന്നാണോ? നീ ആരെന്നാ നിന്റെ വിചാരം? അത് കൊള്ളാലോ. ബാക്കിയുള്ളവരെ സദാചാരം പഠിപ്പിക്കാൻ നടക്കുന്നത്. നിന്റെ അമ്മ ചെയ്തുപോലെ പറഞ്ഞു വിട്. നിന്റെ അമ്മച്ചീരുടെ അടുത്ത് പറ ഒരു സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കയറി കുത്തിയിരിക്കാനായിട്ട്. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ആ പൈസ കൊണ്ട് നീ ഞണ്ണ്, എന്നിട്ട് നീ പറ അത് ഓക്കെ ആണെന്ന്. അവക്ക് നിവൃത്തി കിടന്നു. എന്താ അവളെ കൈക്കും കഴിഞ്ഞ ഊനമാ? അവക്ക് എന്തെങ്കിലും കുഴപ്പമോ? ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യേ? എടാ ചാണകം ചുമക്കാൻ പറ. എന്തെല്ലാം പണിയുണ്ട്. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കയറലാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇവിടെ ഫാമുകൾ ഉണ്ടാവും, അവിടെ പോയി ചാണാൻ വരാൻ പറ. അതും പണി തന്നെയാണ്. എന്ത് കയ്യിലിരിക്കുന്ന വള ഊരി പോവോ? പറ്റൂലേ? അപ്പൊ ഇത് വേറെയാണ് കഴപ്പ്, മൂത്ത കഴപ്പ്. കഴകഴപ്പാതി ലേഹ്യം ഇവിടെ ചൗപ്പട്ടിയിൽ ഫാർമസിയിൽ കിട്ടും. കൃമികടിക്കും ഉറക്കക്കുറവിനും വളരെ ഉത്തമം. നിനക്കൊരെണ്ണം വാങ്ങിച്ചു തരട്ടാ. ഇങ്ങനെയുള്ള കഴപ്പികളെ സംരക്ഷിക്കാനാണ് നീയൊക്കെ യുക്തിവാദം പറയുന്നതെങ്കിൽ നിന്റെയൊക്കെ യുക്തിവാദത്തിന് അത്ര മൂത്ര കഴപ്പാണ്. അത്രേ ഉള്ളൂ. പൊയ്ക്കോ വെച്ചിട്ട്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.